ഷാനവാസിൻ്റെ ഊളത്തരം കാര്യം പറയാലോ, ഊളത്തരം. അവൻ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? പട്ടി ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ മട്ടൻ ബിരിയാണി അല്ലേ, മട്ടൻ ബിരിയാണി കൊണ്ടുവന്നിട്ട് മട്ടനും റൈസും അല്ലേ, മട്ടൻ ബിരിയാണിയില്ലേ എന്തോ സാധനം, അവിടെ കൊണ്ടുവന്ന സമയത്ത് അവൻ ക്യൂട്ട്നെസ് തുറി മെഴുകുകയാണ് തോന്നുന്നത് കേസ്. ആര്യനകന്നൊരു മട്ടൻ്റെ പീസ് എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ ഇവൻ തുടക്കത്തിൽ തന്നെ, അതൊന്നുമല്ല, അവൻ തുടക്കത്തിൽ തന്നെ അതിങ്ങനെ ഒരു കൈ എടുത്തിട്ട് ഈ കൈ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ അത് അവൻ്റെ വീട്ടിൽ നടക്കും. ബിഗ് ബോസ് ഹൗസിൽ ബാക്കിയുള്ളവർക്ക് താല്പര്യമില്ല, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ അവൻ ശ്രമിക്കണം അല്ലേ. ഇതിനു മുമ്പും മറ്റേ കൈയിട്ടിട്ട് ഇളക്കരുത്, കൈയിട്ടിട്ട് ടേസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അപ്പോൾ ഇല്ല അങ്ങനെ ചെയ്യില്ല അവൻ്റെ വീണ്ടും ചെയ്ത മനുഷ്യനാണത്. അതൊക്കെ സഹിക്കുക. ഇത് ഫുഡ് വിളമ്പി കൊടുക്കുന്ന സമയത്ത് അവൻ ഇപ്പുറത്തുനിന്ന് ഒരു പീസ് എടുത്തിട്ട് എന്താ പറയുക, നമുക്കിത് തമാശയായിട്ട് നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ അത് മറ്റുള്ള ആൾക്ക് ഭയങ്കര വിഷയമായിരിക്കും. അത് ഭയങ്കര വിഷയമായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും ആളുകൾ പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ പല രീതിയിലുള്ള ഒരു സംഗതിയൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് വന്ന് അനുമോൾ ആ ഒരു കാര്യത്തിൽ അനുമോളുടെ ഭാഗത്താണ് ഞാൻ എന്നാണ് കേസ് എനിക്ക് വന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞില്ലേ, ഫുഡ് വിളമ്പി കൊടുക്കുന്ന സമയത്ത് അനുമോളിൽ ഒരു ബൗണ്ടറി ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് ബിന്നി പറഞ്ഞ പോലെ അനുമോൾ വിളമ്പി കൊടുക്കുമ്പോഴാണ് ഷാനവാസിനൊക്കെ ഈ പൊന്നരകളിയുള്ളത്. ആര്യനൊക്കെ എന്തപ്പത്, അതായത് വിളമ്പി കൊടുക്കുന്ന സമയത്ത് അത് കിട്ടിയിട്ട് അവൻ കഴിച്ച പോരെ. അവൻ അതിൻ്റെ ഇടയിൽ ഇക്ക് വന്ന് ഓനെ ഈ അറ്റൻഷൻ സീക്കിങ് ബിഹേവിയർ കൂടി വരുന്നുണ്ട് തോന്നുന്നു ഷാനവാസിന്. ഭയങ്കര ബോറിംഗ് ആണത്, ഭയങ്കര ബോറിംഗ് ആണ്. എനിക്ക് ഈ ഷാനവാസിനെ അനീഷിനെയൊക്കെ ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടം, അനീഷിനെ ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ ഷാനവാസിനെ സഹിക്കാൻ കഴിയുന്നില്ല. അത് ഭയങ്കര ക്രിഞ്ചടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേസേ. വൃത്തികെട്ട ഒരു അലവലാതി ഊള ലെവലിലേക്ക് അവൻ തരാന്നാണ് കൊണ്ടുപോകുന്നുള്ള ഡൗട്ട്. എന്താ കാണിക്കുന്നത്, എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് അവൻ കൈയിട്ട് വാരിയിട്ട് അത് ഒരു വട്ടം വേണ്ട, ഇനിയിപ്പോൾ അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചാണെങ്കിൽ ഓക്കെ, ഒരു വട്ടം വേണ്ട പറയും, 2 വട്ടം 3 വട്ടം 4 വട്ടം, പിന്നെ അവൻ എന്താണ് ഒരാളെങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കണ ഒരു സംഗതി ഉണ്ടല്ലോ കേസ്, അത് ഭയങ്കര ബോറിംഗ് ആണത്, ഭയങ്കര ക്രിഞ്ചാണത്. ഇവിടെ വീട്ടിലൊക്കെ അങ്ങനെ ഒരാൾ ചെയ്തുള്ളൊരു അവസ്ഥ ആലോചിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞ് വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള ആർക്കും ഇല്ലാത്ത പ്രിവിലേജ് ഷാനവാസിനെ ഉണ്ടോ? അവ ആരാണ് മലയോള ഊളത്തരം കാണിക്കണത്? ഷാനവാസ് എന്ന് പറഞ്ഞിട്ട് പല ആളുകൾക്ക് തേന ഒഴുകുകയാണ്. മറ്റേ ഓളവിടെ ഭക്ഷണം അനുമോള് ഭക്ഷണം കഴിക്കാണ്ട് എവിടെ നിന്ന് എനിക്കിത് സഹിക്കൂല പറഞ്ഞിട്ട് ഓളവിടെ പോയിരുന്നില്ല. അതായത് അവളുടെ ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്യുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ അത് പലർക്കും എന്തോ നിസാരമായിട്ട് ഭക്ഷണത്തിൽ കൈയിട്ടുന്നുള്ളതുകൊണ്ട് അവളെന്തിനു കഴിക്കാണ്ടിരിക്കണത്, ഇവളെന്താണ് മനഃപൂർവ്വം സീനാക്കുകയാണെന്നുള്ളത് ഇതിലൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കുക. എനിക്കങ്ങനെ തോന്നില്ല കേസ്. അതിന് ഞാനതിന് ചിലപ്പോൾ ഞാനൊക്കെ ഇടങ്ങത് എല്ലാം കൂടി അവരെ മണ്ടേ കൂടെ കമഴ്ത്തിയിട്ടുണ്ടായിരിക്കും, കണ്ണിൽ വെച്ചിട്ടുണ്ടാവുക മട്ടൻ്റെ ചാറ്. എന്തായാലും അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഷോ അനുമോൾ ഇറക്കി വന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല കേസ്. അവൻ പറഞ്ഞിട്ട് നാലിച്ചോക്ക് ഭക്ഷണം പട്ടിണി കിടക്കും, അങ്ങനെ അതാണോ പോയിൻ്റ് അവിടെ? അതായത് ഇത്രയും ആളുകൾ ഒരുമിച്ച് ഭക്ഷണം ഷെയർ ചെയ്ത് അവിടെ കഴിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ ബിന്നിയും കെട്ടിയവനും കൂടി ഒറ്റ പ്ലേറ്റിൽ നിന്നാണ് കഴിച്ചായിരുന്നു. ഒരാൾക്ക് കഴിക്കാനുള്ള ഫുഡ് അതിലുള്ളൂ. അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ്, ഒരു ബേസിക് സാധനം വേണ്ടേ? ഓൻ അതിൽ പട്ടി ഷോ കാണിക്കുകയാണ്. അപ്പോൾ ഓൻ ആരാണ്? ഓൻ എന്താ സ്പെഷ്യൽ പ്രിവിലേജ്? ഈ സ്പെഷ്യൽ പ്രിവിലേജ് അവിടെ ആര് കാണിക്കുമ്പോഴും ഭയങ്കര ക്രിഞ്ചാണത്. ഓൻ അപ്പോഴത് എന്തോ ഭയങ്കര ഇത് എനിക്ക് വന്ന് അനീഷിനോട് അനീഷ് ഐ ലവ് യു എന്നുള്ള രീതിയിൽ പറയിപ്പിച്ചില്ല ലാലേട്ടൻ. അതിൽ ബിഗ് ബോസിൻ്റെ വേറൊരു ഉളത്തരം. അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു എല്ല് കൂടുതലാണ് തോന്നുന്നത് കേസ് ഷാനവാസിന്. ഭയങ്കര ക്രൈഞ്ച് സത്യം പറയില്ല. എനിക്ക് ആദിലേനെയും പിടിക്കൂല, അവിടെ ഷാനവാസിനെയും പിടിക്കൂല, ഭയങ്കര ക്രിഞ്ച്. എന്നിട്ട് അവൻ അക്ബറിനോട് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്ക്, സംഗതി ശരിയാണ്, അക്ബറിനൊരു പാർഷ്യാലിറ്റി ഉണ്ട് കേട്ടോ മറ്റേപ്പനോട്, ആര്യനോട്. പക്ഷെ എന്നിട്ട് അവൻ പറഞ്ഞു ആര്യനാണ് ആദ്യം ചെയ്തത്, ഇനിയിപ്പോൾ ആര്യനാണ് ആദ്യം ചെയ്തതെന്ന് തന്നെ വെക്കും. ഇവനോട് ചെയ്യല്ലേ പറഞ്ഞില്ല. വേറൊരാൾ തുണി വെച്ച് തുള്ളിയിട്ടുണ്ടെങ്കിൽ ഇവനും തുള്ളുക, ആദ്യം മറ്റാളെ തുള്ളി പറഞ്ഞിട്ട്. ഒരു മിനിമം ഒരു മര്യാദ വേണ്ടേ? ഭയങ്കര ബോറ്. എനിക്കവനെ പിടിക്കണില്ല അങ്ങോട്ട്. ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എനിക്ക് ഇതൊക്കെ ഭയങ്കര ക്രിഞ്ചാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഇതൊരു പേഴ്സണലായ ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം ഇത് മാത്രമല്ല, നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കരമായിട്ട് പട്ടിണിക്കിടി അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിലൂടെ വളർന്നു വന്നൊരു മനുഷ്യനെ. അതായത് നമ്മുടെ ഫുഡ് പലതും കാണാണ്ടാവുക, അതേപോലെ നമുക്ക് ഫുഡ് തരാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ചെയ്യുക. ഇപ്പോൾ ചില ആളുകളില്ലേ തീട്ടം എന്നൊക്കെ പറയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. എനിക്കിതൊക്കെ ഭയങ്കര പ്രശ്നം. അതിൽ പുഴു എന്ന് പറയുക. എനിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പുഴു എന്ന് പറയുമ്പോൾ ഒരാൾ കുറച്ച് അപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഇറങ്ങില്ല.
ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ മനഃപൂർവ്വം വെറുപ്പിക്കാൻ വേണ്ടി ആൾക്കാരങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ഒരു ട്രോമാറ്റിക് ആയ ഒരു സാധനമാണത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മൾ എത്ര നേരം ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ഇതിൻ്റെ പല ദിവസം, എത്ര നേരം പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 3-4 നേരം നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പല ദിവസങ്ങളും ഒരു നേരമൊക്കെ ഇങ്ങനെ കഴിക്കാണ്ടിരുന്നുണ്ട്. വിശന്നിട്ട് ചില സമയത്ത് നമ്മൾ രാവിലെ ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കാണ്ട് അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ടൊക്കെ അങ്ങനെ നിൽക്കണം പറ്റാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും കഴിക്കുമ്പോൾ ടൈമിൽ കഴിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരിക്കും. രാവിലെ ഇറങ്ങുമ്പോഴും കഴിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല, ഉച്ചയ്ക്ക് അതിന് മാത്രം ടൈം കിട്ടിയിട്ടുണ്ടാവില്ല, വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടെ വീട്ടിൽ വരുന്ന സമയത്ത് ഇമാതിരി അംഗങ്ങളൊക്കെ. അപ്പം അതൊക്കെ അതേപോലെ കൈയിടുക, ഈ നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരാൾ ഒരേ പ്ലേറ്റിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതല്ലാണ്ട് ഇവർ മനഃപൂർവ്വം വിളുന്നതിനേക്ക് അതേപോലെ ഒരുമാതിരി ഞാൻ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കിയിട്ട് ചിലവർ കഴിക്കില്ല. നമുക്ക് ചിലവർക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ്. എനിക്കത് മനഃപൂർവ്വം അങ്ങനെയൊക്കെ കഴിക്കണതൊക്കെ ഭയങ്കര വിഷയമാണത്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും തുമ്മുക എന്നൊക്കെ ചിലവർക്കൊന്നും സെറ്റ് ആവില്ല അത് എല്ലാവർക്കും. അപ്പോൾ നമ്മളൊരു ബേസിക് കൺട്രോൾ ഒരു മിനിമം ഒരു സാധനം വേണ്ടേ, അറിഞ്ഞുകൊണ്ട് ഉറപ്പിക്കാണ്ടിരിക്കുക എന്നൊരു സംഗതി ഉണ്ട്. ഈ ഫുഡ് വിളമ്പി കൊടുക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോഴൊക്കെയാണ് പൊന്നാരങ്ങളി കളിച്ചുകൊണ്ടിരിക്കണത്. എന്നിട്ട് അവിടെ വന്നിട്ട് തർക്കിക്കണ്. എന്താ ചെയ്യുക ഗൈസ്. അനുമോള് പിന്നെ ആ കാര്യം പരമാവധി ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ സാധനത്തിന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ അനുമോള് കളിക്കാറാണ്. എന്താ ചെയ്യുക.